എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ പെണ്ണുങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന, പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മഹ്ശറയെക്കുറിച്ചും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വാസമുള്ള ദീനിന്റെ ചുറ്റുപാടുകളിലൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് താഴ്ത്തുവാൻ അല്ലാഹു പറയുന്നു, നീ കണ്ണ് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നീ വളരെ താഴ്മയോടുകൂടി ജീവിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, നീ നിന്റെ ഗുഹ്യഭാഗത്തെ നീ സൂക്ഷിക്കണം, നിന്റെ ഗുഹ്യഭാഗങ്ങളെ നീ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവരുടെ ഭംഗിയിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവരുടെ ശരീരത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നതിൽ നിന്ന്, വെളിപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീയതാ നിന്റെ ശരീരത്തെ മറയ്ക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പെണ്ണുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഔറത്തിന്റെ ഭാഗമല്ലാതെ മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ കഴിയണേ, നിങ്ങൾ ജീവിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്, അവർ മറച്ചു വെക്കണം. തങ്ങളുടെ അലങ്കാരങ്ങൾ അറിയപ്പെടാൻ വേണ്ടി പടച്ചവനെ അവരുടെ ആഡംബരങ്ങളും അവരുടെ കാര്യങ്ങളും മുഴുവനും തുറന്നിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ സാധാരണ ആൾക്കാര് നടക്കുന്നത് പോലെ നടക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ അല്ലാഹു അവിടുന്ന് പറയുന്ന, സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, നിശ്ചയം വിജയം നിങ്ങൾക്കുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഈ വലിയ ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, വലാ യുബ്ദീന സീനതഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഹിജാബിനെ കുറിച്ച് പറയുകയാണ്. ഹിജാബിനെ കുറിച്ച് അല്ലാഹു പറയുകയാ, അവരുടെ ഭംഗിയിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ സീനത്ത്, അവരുടെ അലങ്കാരങ്ങൾ, അവരുടെ സൗന്ദര്യങ്ങൾ, അവരുടെ ശരീരം വെളിവാകുന്നതിനെ അവരും മറയ്ക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പെണ്ണിനോട് എങ്ങനെയാണ്, സ്വാലിഹത്തായ പെണ്ണിനോട് കൊടുത്തിരിക്കുന്ന ഉപദേശം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിന് വല്ലാത്ത മഹത്വം കൊടുത്ത, പെണ്ണിന് വല്ലാത്ത മഹത്വം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പെണ്ണിനെ ആദരിക്കണമെന്ന്, പെണ്ണിനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനവിടെന്ന് പറയുന്ന ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യ് കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭക്തിമാരോട് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് ഒരുപാട് ഉപദേശങ്ങള്, അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവർ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബ് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തില് ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെണ്ണിനോട് പറഞ്ഞല്ലോ, നീ അതാ താഴ്മയുള്ളവളെ പോലെ, അനുസരണയുള്ളവളെ പോലെ, ലജ്ജയുള്ളവരെ പോലെ പടച്ചവനെ നീ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ
പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനകളും അതാ നിർദ്ദേശങ്ങളുമാണ് ഈ ഓതിയ ആയത്തുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹിജാബിനെ കുറിച്ച് പറഞ്ഞ 3 ആയത്തുകൾ, ഒരു ആയത്താണ് ഞാൻ ഓതിയത്. ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇത് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ നിർബന്ധമായിട്ടും ഹിജാബ് അവർക്ക് നിർബന്ധമാണെന്ന് ഈ ഖുർആനിന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ പെണ്ണുങ്ങൾ അവർ ഹിജാബ് ധരിക്കണം. അവരുടെ ശരീരം, അവരുടെ ഔറത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും മറയ്ക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി നമ്മളിലൂടെ പറയുന്നത്. ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജാബ് നമ്മളിൽ എത്ര പേര് ധരിക്കാറുണ്ട്? എത്ര ആണുങ്ങൾ, എത്ര പെണ്ണുങ്ങളാണ് ഹിജാബ് ധരിക്കുക? എത്ര പേരാണ് തന്റെ ഭാര്യമാരെ കൊണ്ട് ഹിജാബ് ധരിപ്പിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലർക്കും അതിനെക്കുറിച്ചുള്ള വിവരമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഈ വിവാദവുമായി നടക്കുമ്പോൾ പലരും തന്റെ മക്കളെ സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധമായ പരീക്ഷ എഴുതാതെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, ചിലരിട്ടിരുന്ന ഹിജാബ് ഊരിയിട്ട് എക്സാമിന് വേണ്ടി കടന്നു പോകുന്നു, ചിലർ എക്സാം എഴുതാതെ തിരിച്ചു പോകുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ സ്ത്രീകൾ അവർ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണെന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് അവരുടെ ഐഡന്റിറ്റിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനോടൊപ്പം അവർക്ക് സുരക്ഷിതവുമാണ്. ഒരു പെണ്ണിന് ഹിജാബ് എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ അടയാളമാണ്. ഹിജാബ് ധരിക്കുക മറ്റുള്ളവരിൽ നിന്ന് തന്റെ ശരീരത്തിന് മറ്റുള്ളവർക്ക് കാണുന്നതിനെ തൊട്ട് തടയുക, അതൊരു പെണ്ണിന്റെ ഐഡന്റിറ്റി ആയിട്ടാണ് ഈ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു കുടുംബത്തിലെ ദീനീ ചുറ്റുപാടിൽ കയ്യും കാലും ഒന്നും കാണാതെ, പടച്ചവനെ ഒന്നുപോലും ആരും കണ്ടിട്ടില്ല, പല പെണ്ണുങ്ങളെയും ആരും കുടുംബക്കാർ പോലും കാണാത്ത രീതിയിൽ അവരുടെ ശരീരത്തെ അവർ മറച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. കൊതി തോന്നാറുണ്ടെന്ന് കാണാൻ, പലരും കൊതിച്ചു പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ അത് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് അവൾക്ക് ഈ ഫർദ് എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അവളുടെ ശരീരം മറ്റുള്ളവർ കാണുന്നില്ല, ആരെയും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നില്ല, ആരെയും തെറ്റ് കാണിക്കുന്നില്ല, ആരെയും മോഹിപ്പിക്കുന്നില്ല, ആരെയും കൊതിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും കാണുന്നില്ല. അപ്പൊ ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം കൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിജാബ് ധരിക്കുന്നതിലൂടെ കിട്ടുന്നത്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഷഹാദത്തുകളുടെയും രണ്ട് ഷഹാദത്തുകളുടെയും നാം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരാ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ദൂതനാണെന്നും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവരാ നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയായ പെണ്ണിന്റെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകനും ഖുർആനും ആ പ്രവാചകനും പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഖുർആനാണ് ഹിജാബ് നിർബന്ധമാക്കിയത്. ഹിജാബ് ധരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനും ഖുർആനും പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്ന പ്രതിഫലം കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിനിയായ പെണ്ണിന് കിട്ടുകയാണ്. നാലാമതായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്
ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹിജാബുമായി ബന്ധപ്പെട്ട് വീഡിയോകളൊക്കെ കാണാമെന്ന് നടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് വേസ്റ്റ് വെള്ളം കോരിയൊഴിക്കുന്ന വീഡിയോ, ആട്ടി ഓടിക്കുന്ന വീഡിയോ, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ സത്യവിശ്വാസിയായ സ്ത്രീകൾ ഹിജാബ് ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അവരെന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി ജീവിക്കണം, ക്ഷമയോടുകൂടി അവരെ നടക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാൻ അസ്വാബിറു ഫീഹിൻ അലാ ദീനിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തന്റെ ദീന് ക്ഷമ കാണിക്കുവാൻ എരിയുന്ന തീക്കണലിൽ പിടയ്ക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ആകുന്ന ഒരു കാലം ജനങ്ങൾക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ അവിടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ പഠിക്കേണ്ടത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, നമ്മളുടെ ഭാര്യയെയും നമ്മുടെ പെമ്മക്കളെയും നമ്മളുടെ സഹോദരിമാരെയും നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ വളർത്താൻ കഴിയണം. അങ്ങനെ വളർത്തണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമുണ്ട്. ഔറത്തുകളെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി വനിതകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, എത്രയോ മഹദിമാരുടെ ചരിത്രങ്ങൾ അറിയാം, എത്രയോ പേരുടെ ചരിത്രമറിയാം. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കണമെന്ന് വാദിക്കുന്നവരോട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ്ണ് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ഒരു പെണ്ണ് വന്നിട്ട് പരാതി പറയുകയാണ്, എനിക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ്. പടച്ചവനെ, വായിലൂടെ പതയും നുരയുമൊക്കെ ഇങ്ങനെ വരുമല്ലോ, കയ്യും കാലുമിട്ട് പിടയുമല്ലോ, അവസാനം ഇരുമ്പിന്റെ എന്തെങ്കിലും എടുത്ത് കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്ന രോഗമാണല്ലോ. ഈ അപസ്മാരമെന്ന് പറയുന്ന രോഗമാണ് നബിയേ. എനിക്ക് വല്ലാത്ത വേദനയാണ് നബിയേ, വല്ലാത്ത പ്രയാസമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഈ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ നബിയേ, എന്റെ രോഗം മാറുന്നതിന് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഈ പെണ്ണ് വന്നിട്ട് അവിടെ തന്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, പക്ഷേ ഈ രോഗത്തിന്റെ വേദന നീ ക്ഷമിച്ചാ നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ സഹാബി വനിതയായ മഹ്ദി ഉണ്ടല്ലോ, അവിടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ നബിയേ? ഈ വേദനകൾ മുഴുവനും ഞാൻ സഹിക്കാൻ തയ്യാറായാൽ, ഈ വേദനകൾ മുഴുവനും താങ്ങാൻ ഞാൻ തയ്യാറായ എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് സ്വർഗ്ഗം കിട്ടും. ആ സഹോദരി പറയുകയാണ്, ദുആ ചെയ്യണ്ട. ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. അവിടെ സലാം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. കാരണം സ്വർഗ്ഗം കിട്ടുമല്ലോ, ഈ വേദനകൾക്ക് പകരം സ്വർഗ്ഗം കിട്ടുമല്ലോ. അവിടെ ദുആ ചെയ്തതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് മടങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നോ, പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ
എന്റെ റസൂലിന് അത്ഭുതമായി. ദുആ ചെയ്യണ്ട, എനിക്ക് സ്വർഗ്ഗം മതി എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോയ പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്റെ രോഗം മാറാനല്ല, എന്റെ രോഗം മാറാനല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ കേൾക്കണം, പഠിക്കണം. ഈ ചരിത്രം നിനക്ക് വേണ്ടി പറയുകയാ. ഇത് നിനക്ക് വേണ്ടിയാണ്. ഒരു സത്യവിശ്വാസിയായ പെണ്ണിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയായ പെണ്ണാരെന്നറിയോ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തി പെണ്ണ് കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്റെ രോഗം മാറാനല്ല, എന്റെ രോഗം മാറാനല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? ഈ അപസ്മാരം എന്ന് പറയുന്ന രോഗം എപ്പോ എവിടെ വെച്ചാണ് വരുന്നതെന്ന് എനിക്കറിയില്ല നബിയേ. ഇത് വന്നു കഴിഞ്ഞാ വല്ലാത്ത പ്രയാസമാണ്. ഞാനങ്ങ് തളർന്നു വീഴുകയാണ്. ആ സമയത്ത് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്നു പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, ജനങ്ങൾ എന്റെ ഔറത്ത് കാണുന്നു നബിയേ. ആ പെണ്ണ് പറയേ, എനിക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ ജനങ്ങളുടെ നടുവിൽ, ഞാൻ എപ്പോഴാന്നറിയില്ല, ഇങ്ങനെ കിടന്നു പിടയുന്ന സമയം AC അങ്ങ് ഓഫാക്കറോ, ഞാൻ ഈ ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു. അതുകൊണ്ട് ജനങ്ങൾ കാണുന്ന നബിയെ എനിക്കിഷ്ടമല്ല നബിയെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപസ്മാര രോഗം വന്നു ബോധമില്ലാതെ സമയത്തു കിടക്കുമ്പോ പോലും ഒരാൾ എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതാ സാലിഹത്തായ പെണ്ണ്. എനിക്ക് ഈ രോഗം വന്നിട്ട് ഞാൻ കിടന്ന് പിടയുമ്പോ എന്റെ ഔറത്ത് വെളിവാകും, നാട്ടുകാർ കാണും. അതുകൊണ്ട് ആ സമയത്ത് പോലും എന്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നബി ഒന്ന് ദുആ ചെയ്യോ എന്റെ ഔറത്ത് തുറക്കാതിരിക്കാൻ. അതാണ് സ്വാലിഹത്തായ പെണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ വഅദിന് വരുമ്പോ ഫർദയിടും, വഅദിന് വരുമ്പോ എന്തെങ്കിലും പള്ളിയിലെ കാര്യങ്ങൾക്ക് വരുമ്പോ ഫർദയിടും, കല്യാണത്തിന് പോകുമ്പോ നമ്മൾ വേറെ രീതിയാണ്. പിന്നെ നമ്മുടെ ഫർദുകളെ കുറിച്ചൊന്നും പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഞാനിതാ ഇന്നത്തെ ജുമാ പ്രസംഗത്തിൽ ചോദിച്ചത്, ഹിജാബ് ധരിക്കുന്ന എത്ര പേരുണ്ടെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനും ഖുർആനും ഹദീസും ദീനിന്റെ നിയമങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ എടുക്കും, അല്ലാത്തപ്പോൾ കളയും. നമ്മുടെ പള്ളിയുടെ മുന്നിലൂടെയൊക്കെ പായിപ്പാടിലൂടെയൊക്കെ ഫർദയും ഹിജാബും ധരിച്ചും മുഖമൊക്കെ മറച്ച ഒരു പെണ്ണ് നടന്നു പോയാൽ ചന്ദ്രനീന്ന് ആരോ ഇറങ്ങി വന്നതുപോലെ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. ആ ഫർദയും ഹിജാബും ധരിച്ചുകൊണ്ടൊരു പെൺകുട്ടി നടന്നു പോയാൽ പരിഹസിക്കുന്നത് എന്തുവാടാ, ഈ പ്രായത്തിലൊക്കെ ഈ ചെറിയ പെൺകുട്ടി എന്താ വാപ്പാനോട് വഴക്കാ, ഇങ്ങനെയാണ് നാണയില്ല നിനക്ക്. നമ്മൾ കളിയാക്കും, പരിഹസിക്കുന്ന ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഇങ്ങനെ നടക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ നിയമങ്ങളാണ്. നമുക്ക് തോന്നുന്നതിനനുസരിച്ചിട്ട് നമുക്കെങ്ങനെ അതങ്ങനല്ലേ ദീൻ പഠിപ്പിക്കുക, ഒന്ന് ആലോചിക്കേ. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടത്തുന്നെങ്കിൽ ആലോചിക്കേ. നിന്റെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ നിന്റെ സഹോദരി മരിച്ചു, പടച്ചോനെ ആ മയ്യത്ത് കാണാൻ പായിപ്പാട് പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മരിച്ചെന്ന്, ആമിന മരിച്ചുപോയി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നീ വീടിന്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുക. ഭാര്യയുടെ മയ്യത്ത് വീടിനകത്ത് പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നു, പെങ്ങളുടെ ജനാസ പൊതിഞ്ഞു കിടത്തിയിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വീടിന്റെ വാതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴതാ വരുന്നു പള്ളിക്കമ്മറ്റി ഷാജിക്ക വരുന്നു. അപ്പൊ വീടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് പറയാ, എന്റെ പെങ്ങളുടെ മയ്യത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല, നിങ്ങൾ അന്യപുരുഷനാണ്, കാണാൻ പറ്റൂല, അങ്ങോട്ട് മാറിയിരി എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ? അലച്ചു നോക്കുക ദീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനതാണ്. അന്യപുരുഷന് കാണാൻ പാടില്ല. അത് ആണിന്റെ മയ്യത്താണെങ്കിലും പെണ്ണിന്റെ മയ്യത്താണെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടോ? അനുസരിയണേ. അള്ളാഹു അവിടെ ചില ബദർ യുദ്ധം ഇവിടെ നടക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയണം, അൽഹംദുലില്ലാ ഭാര്യ മരിച്ചു, അൽഹംദുലില്ലാ അവിടെ ഇരിക്ക് ദുആ ചെയ്യ്. അതൊക്കെ തന്നെ. അകത്തോട്ട് പ്രവേശനമില്ല. നമ്മൾ എന്താ ചെയ്യാ? വാ, കണ്ടോ 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 പ്രദർശനം. നമ്മൾ വിളിച്ച്, ഇനി ആരെങ്കിലും ഉണ്ടോ?
മയ്യത്ത് പൊതിയാൻ പോകുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് മനസ്സിലാക്ക്. മയ്യത്തെടുത്ത് വെച്ചിട്ട് ചോദിക്കും ഇനി ആരെങ്കിലും കാണാനുണ്ടോ. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ, ആ ജനാസ കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കും ഇനി ആരെങ്കിലും ഉണ്ടോ. ഇവിടവും കഴിഞ്ഞു, താഴെ ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കും ഇനി ആരെങ്കിലും കാണാനുണ്ടോ. ഇവിടെ ഉണ്ടോ, ഇവിടെ അങ്ങനെ ഉണ്ടോ. പല സ്ഥലങ്ങളിലും ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി കാണാനുണ്ടോ. ആരാ? പ്രദർശനം കണ്ടോളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദീൻ എന്താ പറഞ്ഞേ? സലാം പറയാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഒരു അന്യ പുരുഷൻ ഒരു അന്യ പെണ്ണിനോട്, നിന്റെ അയൽവാസി, ഇത്ര അടുത്ത അയൽവാസിയുടെ അല്ലേ, അയൽവാസി അന്യ പെണ്ണ്, എന്തിന് ഇവിടെ ചിന്തിക്കേണ്ട. അന്യ പെണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് സഹോദരന്റെ ഭാര്യ ആരാപ്പ? നിയമം പഠിക്ക്. എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യ. നിയമങ്ങൾ പറയുമ്പോൾ അതാണ് ഞാൻ ആ ഓതിയ ആയത്തിനകത്ത് അല്ലാഹ് പറയുന്നുണ്ട്. ആരാന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആരാ വിവാഹബന്ധം ഹറാമായവർ, തൊട്ടാൽ ഒതുമുറിയാത്ത ടീമുകൾ ആരാണെന്ന് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, ഐ ലവ് യു എന്നല്ല പറഞ്ഞത്, സലാമ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു അന്യ പെണ്ണിനോട് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണിന്റെ സംസാരം പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാരം വരെ സൂക്ഷിക്കണമെന്ന് ചില കണ്ടിട്ടില്ലേ. ചില പെണ്ണുങ്ങള് വീട്ടിന്റെ മുന്നിൽ പോയിട്ട് ചോദിക്കില്ലേ, ഭർത്താവിനെ തിരക്കി. പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഭർത്താവിനെയൊക്കെ തിരക്കി വീട്ടിൽ വിൽക്കയില്ല ഇല്ലാന്ന് കുട്ടികൾ വന്ന് പറയില്ല, അല്ലെങ്കിൽ തുണിയുടെ മറവിലൂടെ പറയും ഇവിടെ ആരും ഇല്ല. ഇപ്പോഴോ വീടിന്റെ മുന്നിൽ പോയി വാതിൽ തുറന്നിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് അങ്ങോട്ട് നിൽക്കും, അൽഹംദുലില്ലാ, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. ഇക്കയില്ല എന്നല്ല പറയണത്, ഇക്ക കടയിൽ പോയി രാവിലെ പോയതാ വൈകിട്ടേ വരത്തുള്ളൂ, എന്തെല്ലാം ചോദിക്കാതെ പറയും നമ്മളോട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ നിയമങ്ങളാണ്. എങ്കിൽ ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി. അതാ ഞാൻ പറഞ്ഞത്, ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാണ്. എല്ലാവരും ചോദിക്കും, ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പെൺകുട്ടിയെ വേണം. എല്ലാവർക്കും എന്താ പെൺകുട്ടി? എൻ്റെ പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികളെ പോറ്റി വളർത്തി നല്ലതുപോലെ വിവാഹം കഴിച്ചു കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് മുത്തുനബി പറഞ്ഞത്. ഒരു പെൺകുട്ടിയെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും മകനെ വളർത്തിയാൽ കിട്ടുവോ? 10 ആമ്പിള്ളാരെ നീ കഷ്ടപ്പെട്ട് വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂട്ടുകാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതിഫലമുണ്ട്. പക്ഷേ ഒരു 3 പെൺകുട്ടികളെ നല്ല നിലയിൽ, അല്ലെങ്കിൽ 2 പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കണ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗത്തിൽ എൻ്റെ കൂടെ നടക്കാൻ പറ്റുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടണം നമ്മള്. അത്രയും കഷ്ടപ്പാട്, അത്രയും പ്രയാസം ഒരു പെൺകുട്ടിയെ വളർത്തുക. ചുമ്മാതെ വളർത്തിയാ പോരാ. ചിലര് ചിരിക്കും ഇത് കേട്ട ഉടനെ, അപ്പൊ എനിക്കുണ്ട് ഉസ്താദേ, എനിക്കുണ്ട് ഉസ്താദേ. ചിലരിത് പറയുമ്പോഴത്തേക്ക് പറയും, പടച്ചോനെ എനിക്ക് 2 ഉണ്ട്, എനിക്ക് 3 ഉണ്ട്, ഞാൻ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, ചുമ്മാതെ ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആ 40 ദിവസം ഇങ്ങനെ വളർത്തും കൊണ്ട്. അതുപോലല്ല, നീ ഒരു പെൺകുട്ടിയെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, ദീൻ പറഞ്ഞ രീതിയിൽ വളർത്തണം. അതാണ് ഇബ്നു മസ്ഊദ് അങ്ങയുടെ ചരിത്രമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബികൾ വീട്ടിൽ പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് സഹാബികൾ വീട്ടിൽ പോയപ്പോ വീടിന്റെ പുറത്തു പോയി നിൽക്കുക. മഹാനവറുകൾ പറഞ്ഞു, സഹാബി പറഞ്ഞു എല്ലാവരോടും കയറിയിരിക്കാൻ പറഞ്ഞു. വീട്ടിലെ ജോലിക്കാരി വന്ന് പറഞ്ഞു കയറിയിരിക്കാൻ. ആരും കയറണില്ല, പുറത്ത് തന്നെ നിൽക്കുക. അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ എൻ്റെ വീടിനകത്ത് കയറാത്തേന്ന്? അപ്പൊ പറയാ, സുബഹി കഴിഞ്ഞ സമയമല്ലേ, കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുകയായിരിക്കും, അവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചാ കയറാത്തേന്ന്. ഇഷ്ടപ്പെട്ടില്ല സഹാബിക്ക്. മഹാനവറുകൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എൻ്റെ മക്കള് സുബഹിക്ക് കിടന്ന് ഉറങ്ങല, എൻ്റെ മക്കള് സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് കിടന്നുറങ്ങൂല സുബഹിക്ക് ശേഷം. അതാ ഓരോ വീട്, അതാ ഇസ്ലാമിന്റെ നിയമം. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തണം. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു പെണ്ണ് നന്നായ
അതാ മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് നന്നായ ലോകം തന്നെ നന്നാകും. ഒരു നല്ല പെണ്ണുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഹദീസുകൾ എടുത്തു നോക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ വലിയ നല്ലൊരു വിഷയം, മനോഹരമായ ഒരു വിഷയം നോക്കിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ലൈവിലൊക്കെ കേൾക്കാം. ഒരു നല്ല ഒരു പെണ്ണിന്, ഒരു സ്വാലിഹത്തായ പെണ്ണിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്താ? ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഉള്ളാളത്ത് വയലുണ്ട്, അവിടെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞിരിക്കുക. നല്ല മനോഹരമായ ഒരു വിഷയം. ചുമ്മാതൊന്നും നല്ല മക്കളെ കിട്ടൂല. നല്ല മക്കളെ പായിപ്പാട് പള്ളിയുടെ പറമ്പിൽ എവിടെങ്കിലും, അല്ലെങ്കിൽ ഈ പള്ളിയുടെ ഈ കൊട്ടൻ തറയ്ക്കകത്തൊരു വാഴ കൊണ്ടുവച്ചിട്ട് വലിയ കൊല കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അൻസാരി എന്നെ ഉറങ്ങുവാണോ? എന്നാ ഈ കാണുന്ന കൊട്ടൻ തറയിൽ കൊണ്ടുപോയിട്ടൊരു വാഴ വെച്ചിട്ട് വലിയ വാഴക്കൊല വേണമെന്ന് പറഞ്ഞാൽ കിട്ടുവോ? എന്തോ നാസറിനെ കിട്ടുവോ? കിട്ടുവോ? എന്താ കിട്ടാത്ത? എന്താ സക്കീറന്നെ? കിട്ടുവോ? പടച്ചോനെ നോക്കുമ്പോ വാഴ, ഒരു പള്ളിയുടെ മുമ്പിൽ ഇമാം ഒരു വാഴ വെച്ചു, കൊല ഇങ്ങനെ ചുരുണ്ടിരിക്കുക. പ്രസിഡന്റും സെക്രട്ടറിയും വളം കൊണ്ടുപോയിട്ട് അതിന്റെ ചുവട്ടി തട്ടുക. പടച്ചോനെ വലിയ കൊല കിട്ടാൻ. രാവും പകലും മുസമ്മിൽ ഉസ്താദ് വെള്ളമൊഴിക്കുക കൊല കിട്ടാൻ. കിട്ടുവോ? പറയറോ കിട്ടുവോ? എന്തുകൊണ്ടാ കിട്ടാത്ത? വള കിട്ടില്ലേ? വളവിട്ടില്ലേ? രാവും പകലും വെള്ളമൊഴിക്കുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എന്താ ഇസ്മായിലെണ്ണേ ഇത്രയും ചെയ്തിട്ട് എന്തെണ്ണ കിട്ടാത്ത? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കേണ്ടത്. പ്രായമായാലും പക്വതയുണ്ട് കേട്ടോ. അതാ മനസ്സിലാക്കേണ്ടത്. ആദ്യം ചിന്തിക്കേണ്ട എന്താ? ഇവിടെ വാഴ വെച്ച നല്ല കൊല കിട്ടാൻ സാധ്യതയുള്ള മണ്ണാണോ എന്ന് നോക്കണം. ചുമ്മാതെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ആദ്യം നോക്കേണ്ടത് എന്താ? എടാ, ഒരു യഥാർത്ഥ കർഷകനതാ ആദ്യം നോക്കേണ്ടത്, പടച്ചവനെ ഇവിടെ നട്ട കിളിക്കോ, വല്ല ചാൻസും ഉണ്ടോ? ആദ്യം ആ ഭൂമി നല്ലതാണോ എന്ന് നോക്കണം. അതാണ് കർഷകൻ. ആ ഭൂമി നല്ലതാണോ എന്ന് നോക്കണം. ആ നല്ലതാണെങ്കിൽ മനസ്സിലായാൽ മാത്രമേ നല്ലത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതിനർത്ഥം അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. നിസാഉകും ഹർസുൽ ലക്കും വഅതു ഹർസക്കും. ഖുർആൻ പറഞ്ഞത് പെണ്ണ് നിന്റെ കൃഷിയിടമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ അല്ല, നാട്ടുകാരുടെ ഭാര്യയല്ല. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നീ കൃഷി ചെയ്യാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പറമ്പ് നോക്കിയിട്ട് കൃഷി ഇറക്കിയാൽ നല്ല വിളവ് കിട്ടും എന്ന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഖുർആൻ. ഇതാ എളുപ്പം ഞാൻ ജുമയ്ക്ക് പറഞ്ഞതുപോലെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഖുർആൻ. പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഖുർആൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് നല്ല ഉമ്മയ്ക്ക് മാത്രമേ നല്ല മക്കൾ ജനിക്കൂ. നല്ല വാപ്പയ്ക്ക് മാത്രമേ നല്ല മക്കൾ ജനിക്കൂ. മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, മഹാനവറുകൾ, ഞാൻ എൻ്റെ മകന് നുഅ്മാൻ എന്ന് പേരിടാൻ തന്നെ കാരണം ഇമാം അബൂ ഹനീഫ തങ്ങളുടെ പേര് നുഅ്മാൻ എന്നാണ്. നമ്മൾ ചരിത്രം മനസ്സിലാക്കേണ്ടത്, സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അള്ളാനെ വല്ലാത്ത പേടിയ, ഹറാമു കഴിക്കൂല, വല്ലാത്ത പേടിയ സാബിത്തിന്. എത്ര പട്ടിണി കിടന്നാലും ഹറാമു തിന്നൂല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ രാജാവ അല്ല, പൈസയും വണ്ടിയുള്ളവനൊന്നും അല്ലട്ടാ. ഏറ്റവും വലിയ ഭാഗ്യവാൻ 3 കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം കിടന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഉറക്കമില്ല, ടെൻഷൻ. അങ്ങനെ അവസാനം ഇങ്ങനെ ഇറങ്ങി നടക്ക, ആരെങ്കിലും തരുന്നുണ്ടോ ആഹാരം? സാബിത്ത് ഇബ്നു ഇബ്രാഹിം ഇങ്ങനെ നടന്ന് ആരും സഹായിക്കാതെ വന്നപ്പോ ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ ഒരു പുഴയുടെ ചാരത്ത് തളർന്നങ്ങ് വീണു. വിശന്ന് തളർന്നു കിടക്കുകയാ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ വെള്ളത്തിനടുത്ത് ഇങ്ങനെ പുഴയിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരുന്നു. സാബിത്ത് ഇബ്നു ഇബ്രാഹിമിന് ഇത് കണ്ടപ്പോ, ആപ്പിളല്ലേ, വിശന്ന് കിടക്കല്ലേ, ചാടി അത് എടുത്തിട്ട് അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. വെപ്രാളത്തോട് ആർത്തിയോടുകൂടി കടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ തൊണ്ടയ്ക്ക് താഴെ കുറച്ചു ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാ ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങണേ. അല്ല പടച്ചോനെ, ഇത് ആരുടേതാ അല്ല ഈ ആപ്പിൾ? എനിക്കറിയില്ലല്ലോ. അല്ല പടച്ചോനെ, ഈ ആപ്പിൾ ആരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ. വെള്ളത്തിലൂടെ ഒഴുകി വന്നതാ, ഞാനെടുത്ത് തിന്നുകയും ചെയ്തു. അല്ല, എന്റെ ശരീരത്തിലേക്ക് ഹറാമ് പോയല്ലോ റബ്ബേ, ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയാണല്ലോ. അല്ല കരയാൻ തുടങ്ങി. വെപ്രാളത്തിൽ മണ്ണുവാരി തലയിലിടുന്നുണ്ട്. കാണുന്നവർ വിളിച്ച് ഇവര് പ്രാന്തളവിയെന്ന്.
സാബിത്ത് ബിൻ ഇബ്രാഹിം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ആപ്പിളിന്റെ പകുതി കയ്യിലുണ്ട്, വെള്ളത്തിന്റെ എതിരെ നടക്കാൻ തുടങ്ങി. പടച്ചോനെ, ഇത് എവിടെ നിന്നാ ഈ ആപ്പിള് വീണത്? അങ്ങനെ കിലോമീറ്ററുകളോളം തെരഞ്ഞ് നടന്നു പോകുമ്പോ ഒരാപ്പിള് മരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കപ്പോ മനസ്സിലായി ഇത് ഇവിടെ നിന്നാ ഇത് വീണത്. ഒരു വലിയ തോട്ടം കണ്ടു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ ആ തോട്ടത്തിനകത്തേക്ക് കടന്നു ചെന്നു. നിലവിളിച്ചുകൊണ്ടാ പോകുക. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനായ സാബിത്ത് നിലവിളിച്ചു കൊണ്ടുപോയി അതിനകത്ത് നിൽക്കുന്ന മനുഷ്യനോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, കാരണം വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് ഞാൻ കഴിച്ചുപോയി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാ, എനിക്ക് അർഹതയില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ അർഹത എനിക്കില്ല. അവസാനം ചോദിച്ചു, നിങ്ങളുടെ മുതലാളിയുടെ വീടെവിടെയാ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്തു സാബിത്തിനോട്, മാസങ്ങളോളം സഞ്ചരിക്കണം, ആഴ്ചകളോളം സഞ്ചരിക്കണം, അത്രയും ദൂരമുണ്ട് അവിടെ വരെ പോകാൻ, 3 ദിവസത്തോളം സഞ്ചരിക്കണം. സാബിത്ത് ബിൻ ഇബ്രാഹിം പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാലും ഈ കയ്യിലിരിക്കണ ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ ഞാൻ പോകും. 300 കൊല്ലം നടക്കേണ്ടി വന്നാലും. പള്ളിയിൽ നിന്ന് ചെരുപ്പെടുത്തോണ്ട് ഓടുന്ന നമുക്കെന്ത് 330,000 ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാബിത്ത് ബിൻ ഇബ്രാഹിം കടന്നുപോയി. പറഞ്ഞ അടയാളങ്ങൾ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം സഞ്ചരിച്ച് ആ മനുഷ്യനെ കണ്ടുപിടിച്ചു. ആ പഠിച്ച ഒരു പ്രായമുള്ള മനുഷ്യന്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയി, നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം. ആ മനുഷ്യൻ ഇങ്ങനെ കണ്ണ് തെള്ളിയിട്ട് നിൽക്കുക. ആരാള്ള ഈ ചെറുപ്പക്കാരൻ? ഇവനൊരു സാധാരണ ആളല്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ പൊരുത്തം ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. സാബിത്ത് ബിൻ ഇബ്രാഹിമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാം, പക്ഷേ എനിക്കൊരു മകളുണ്ട്, നീ കല്യാണം കഴിക്കണം. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, എന്റെ മകളെ നീ വിവാഹം. കണ്ണ് കാണൂല, കാലിന് സ്വാധീനമില്ലാത്ത മകളാ, എന്റെ വികലാംഗയായ മകളെ നീ വിവാഹം കഴിക്കണം, എങ്കിലും ഞാൻ പൊരുത്തപ്പെടും. സാബിത്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ റെഡിയാ, എനിക്കൊന്നും വേണ്ട, കാണുക പോലും വേണ്ട, പെണ്ണിനെ കാണുക പോലും വേണ്ട. വിവാഹത്തിന് സമ്മതിച്ചു, നിക്കാഹ് കഴിഞ്ഞു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, സാബിത്ത് ബിൻ ഇബ്രാഹിം മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുക. സാബിത്ത് എവിടെ നിന്ന് ചോദിച്ചു, പെണ്ണേ, എന്റെ ഭാര്യ എവിടെ? നീ എന്താ ഇവിടെ വന്നിരിക്കണേ? എന്റെ ഭാര്യ എന്തേ? കണ്ണ് കാണാത്ത വികലാംഗയായ എന്റെ ഭാര്യ എവിടെ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു, സാബിത്തെ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ ഉപ്പ പറഞ്ഞല്ലോ എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന്. കണ്ണിന് കാഴ്ചയില്ലാഞ്ഞിട്ടല്ല, എന്റെ ഉപ്പ അങ്ങനെ പറയാനുള്ള കാരണം, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ അള്ള കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഹറാമ് ഞാൻ കണ്ടിട്ടില്ല. കാണരുതെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. കണ്ണ് താഴ്ത്തണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഗുഹ്യഭാഗത്ത് സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. അതാ എൻ്റെ ഉപ്പ അങ്ങനെ പറഞ്ഞേ. എൻ്റെ കാലിന് സ്വാധീനമുണ്ട്, സ്വാധീനമില്ലെന്ന് പറയാനുള്ള കാരണം, അള്ള പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഈ കാലുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല. അത്രയ്ക്കും അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച പെണ്ണ്, അത്രയും സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച പെണ്ണ്. സാബിത്ത് ബിൻ ഇബ്രാഹിമാരാ, വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാൻ ദിവസങ്ങളോളം സഞ്ചരിച്ച് കരഞ്ഞ് നിലവിളിച്ചു പോയ ചെറുപ്പക്കാരൻ. ഇവര് രണ്ടുപേരും കൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞു. ഇവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നയിച്ചു. അള്ളാഹു ഒരു മകനെ കൊടുത്തു. ഈ ഉമ്മയ്ക്കും വാപ്പയ്ക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മകനെ കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ? ഇമാം അബൂ ഹനീഫ തങ്ങള് ആ അത്തായിക്കും അമ്മായിക്കും ജനിച്ച മകനായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അതാണ് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് വെറുതെ വളർത്തിയിട്ട് കാര്യമില്ല. തീറ്റിക്കും കൊടുത്തു, മൊബൈലും കൊടുത്തു, ലാപ്ടോപ്പും കൊടുത്തു, ജീൻസിന്റെ പാൻറ്റും കൊടുത്തു, പിരിയം പങ്കൻ ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ട് നടന്നു. ബീച്ചും പാർക്കും എല്ലാം കൊണ്ട് നടന്നു. അവസാനം ഒരുത്തം വന്നൊരു മുസ്ലിമിന്റെ കൂടെ കെട്ടിച്ചു വിട്ടിട്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിൽ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാ.
അവരെ വളർത്തേണ്ട രീതിയിൽ ദീനിന്റെ നിയമങ്ങളും ഷിആറുകളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അദബും മര്യാദയോടുകൂടി പഠിപ്പിക്കാം. പടച്ചോനെ, പണ്ടത്തെ പെണ്ണുങ്ങളോട് പറയണ്ട, കല്യാണം കഴിച്ച് വിടുമ്പോ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യോ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എടാ വാടാ പോടാ എന്ന് വിളിക്കേണ്ട കാര്യം. പണ്ടൊക്കെ ഭർത്താവിന്റെ പേര് വിളിക്കൂല, പെണ്ണുങ്ങൾ വിളിക്കൂല, ഇന്നും വിളിക്കത്തില്ല ഭർത്താവിന്റെ പേര് വിളിക്കാൻ. പടച്ചോനെ, പലരും പലതാ വിളിക്കുന്നത്. എന്താ ഇപ്പൊ ഓരോന്ന് വിളിക്കില്ലേ? നിങ്ങളെന്താ ഷാജിക്ക വിളിക്ക? നിങ്ങളൊക്കെ എന്താ വിളിക്ക? പലരും വിളിക്കില്ല. ഇന്നത്തെ കാലം എങ്ങനെ ഡാ വാടാ പോടാ എന്നുള്ള പേരാ. ഇങ്ങോട്ട് പാടാ ചങ്ങാതി ഇല്ലേ? അങ്ങനത്തെ കാലമായി ഡാ വാടാ പോടയായി. ഇപ്പം പ്രണയദിനത്തിന് മാല മേടിച്ചു കൊടുക്കുന്നവർ, എന്തെല്ലാം മേടിച്ചു കൊടുക്കുന്നവർ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മേടിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പെണ്ണിനെ വളർത്തുമ്പോൾ ദീൻ പറഞ്ഞ രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ നാളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നിപ്പോ നോക്കിയേ, ഫെബ്രുവരി 14 പ്രണയത്തിന് വേണ്ടി ഒരു ദിനം. ഇതിന്റെ പുരാണവും ചരിത്രവും ഒക്കെ എടുത്തു നോക്കുമ്പോൾ പണ്ടൊരുത്തം പട്ടാളക്കാരെ മുഴുവനും ഏതൊരു രാജ്യത്ത് പട്ടാളത്തിന് പോകുന്നില്ല, കല്യാണം കഴിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു പള്ളിയിൽ അച്ഛനായിരുന്ന ഒരാൾ ഇങ്ങനെ പോയിട്ട് ചെറുപ്പക്കാരെയൊക്കെ പെണ്ണ് കെട്ടാനുള്ള മോഹം കൊടുത്തു. അവസാനം എൻ്റെ ചരിത്രം പറയുന്നത്, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അതിന്റെ സ്മരണയിലാണ് ഇന്നും പ്രണയദിനം ആഘോഷിക്കുക. ഇന്നത്തെ അങ്ങനെ പാപ്പാടുത്ത് പറയുന്ന, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഷ്ടപ്പെടൊന്നും വേണ്ട, 8ാം ക്ലാസ്സിൽ പഠിക്കണം. മോള് പറയാ, എനിക്കൊരാളുണ്ടിപ്പ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാലം. എങ്കിലും പണ്ടൊരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ മുബാറക്ക് എന്ന് പറയുന്ന ഒരു അടിമയുടെ ചരിത്രം ഞാൻ എപ്പോഴും പറയും. മുബാറക്കിന്റെ ജോലി എന്തെന്നറിയോ? മുന്തിരിത്തോട്ടത്തിലെ കാവൽക്കാരനാ, തോട്ടം തൊഴിലാളിയാ. മുബാറക്ക് നോക്കുമ്പോ ഒരു ദിവസം പണക്കാരനായ യജമാനൻ വിളിച്ചു പറഞ്ഞു, മുബാറക്ക്, വീട്ടിൽ വിരുന്നുകാര് വന്നിട്ടുണ്ട്, പോയി മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവരാൻ. മുബാറക്ക് പോയി മുന്തിരിങ്ങ, 1 കുല മുന്തിരി കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. യജമാന ഒരെണ്ണം ഇങ്ങനെ എടുത്ത് തിന്നപ്പോ വല്ലാത്ത പുളി. മുബാറക്ക്, പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാ. മുബാറക്ക് പിന്നെയും പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. അപ്പോഴും അതിന് വല്ലാത്ത കയ്പും പുളിയും. യജമാനൻ ദേഷ്യമായി, നിന്നോട് ഞാൻ പറഞ്ഞത് പോയിട്ട് മധുരമുള്ള 1 കുല മുന്തിരി പറിച്ചു കൊണ്ടുവരാൻ. മുബാറക്ക് പിന്നെയും പോയി 1 കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. പക്ഷെ അതിനും വല്ലാത്ത പുളിപ്പായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജമാനന് വല്ലാത്ത കോപം വന്നു, തല്ലാൻ തുടങ്ങി. മുബാറക്കിനെ തല്ലാൻ തുടങ്ങി. അടിച്ചിട്ട് മുബാറക്കിനോട് ചോദിച്ചു, 10 കൊല്ലമായില്ലേടാ നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, മധുരമുള്ളതും മധുരമില്ലാത്തതും ഏതാണെന്ന് അറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ മുബാറക്ക് യജമാനനോട് ചോദിച്ചു, എനിക്കറിയില്ല. മധുരമുള്ളതും മധുരമില്ലാത്തത് ഏതാണെന്ന് എനിക്കറിയില്ല, അറിയണമെങ്കിൽ ഞാൻ തിന്നണം. 10 വർഷക്കാലമായി ഞാൻ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നു, ഇന്നുവരെ താഴെ കിടന്ന ഒരു മുന്തിരി പോലും ഞാൻ എടുത്ത് തിന്നിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 വർഷം ജോലി ചെയ്തിട്ട്, മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട്, എൻ്റെ ജോലി മുന്തിരിത്തോട്ടം നോക്കല, തിന്നാൻ എനിക്ക് യജമാൻ അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് താഴെ വീണത് പോലും ഞാൻ എടുത്ത് തിന്നിട്ടില്ല. നമ്മളാണെങ്കിൽ അറബിയെ എത്തീങ്കാനയിലാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ വരും. 10 കൊല്ലം കൊണ്ട് മുതലാളി തൊഴിലാളിയാകും, തൊഴിലാളി മുതലാളിയാകും. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അടങ്കലോടെ കൊണ്ടുപോകും. പടച്ചവനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പടച്ചവനെ, യജമാനന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ഇവനെയാണല്ലോ അള്ളാഹ് തല്ലിയെ. നേരെ വീട്ടിൽ കയറിപ്പോയി. വാപ്പ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോ പണക്കാരന്റെ സുന്ദരിയായ പൊന്നുമോള് വന്നിട്ട് ചോദിച്ചു, എന്തേ ഉപ്പ? മോളെ, ഉപ്പ നിനക്കൊരു പുതിയാപ്പളയെ കണ്ടെത്തി. എന്റെ പൊന്നുമകൾക്ക് വേണ്ടി ഉപ്പ ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. ആരാ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യണം മുബാറക്ക്. എന്തേ ഉപ്പ? വീട്ടിലെ വേലക്കാരൻ, തൊഴിലാളി, തോട്ടം തൊഴിലാളിയാണോ? എന്തേ ഉപ്പ? മോളെ, ഇവനെക്കാലം നല്ല ഒരുത്തനെ ഇനി എനിക്ക് മരിക്കണ കാലം വരെ കൊണ്ടുവരാൻ പറ്റൂല. ഈ മുബാറക്കിനെക്കാലം നല്ല ഒരു മനുഷ്യരെ ഇനി മരിക്കണ കാലം വരെ നിനക്ക് വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് പറ്റൂല. ആ പൊന്നുമകൾ ചോദിച്ച ചോദ്യം വാപ്പായിക്ക് ഇഷ്ടമാണോ? എങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അതാ മോള്. വാപ്പായിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. കല്യാണം നടന്നു.
വിവാഹം കഴിച്ചു കൊടുത്തു, രണ്ടുപേരും വിവാഹം കഴിച്ചു. അള്ളാഹു അവർക്ക് കൊടുത്ത മകനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. ലോകം അറിയുന്ന പണ്ഡിതനാണ്. ഇതുപോലെ ഓരോ ചരിത്രമെടുത്തു നോക്കിയാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാൻ കഴിയും, നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണുങ്ങളെ വളർത്തേണ്ട രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ അദബും മര്യാദയും പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളർത്തണമെന്നും അങ്ങനെ വളർത്തുന്നവർക്കാണ് നാളെ മുത്തുനബിയുടെ കൂടെ കൂട്ടുകാരായി സ്വർഗത്തിൽ കിടക്കാൻ കഴിയുന്നത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരും. വിവാദങ്ങളും പരിഹാസങ്ങളും അക്രമങ്ങളും ഭീഷണികളും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ക്ഷമയുള്ളവരെ പോലെ നമ്മൾ ദീനിന്റെ ചുറ്റുപാടുകളിലൂടെ നമ്മൾ അവിടെ നിന്ന് ജീവിക്കണം. നമ്മൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കാൻ പടച്ചവനെ അതാ ഏത് രീതിയിൽ അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് സത്യവിശ്വാസികനായ പെണ്ണുങ്ങളുടെ അടയാളം അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും പടച്ചവനെ, നിങ്ങൾ ദീനിന്റെ ചുറ്റുപാടുകളിൽ തന്നെ നിങ്ങൾ വളരണേ. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്നെ പുച്ഛിക്കുന്നവർ നിന്നെ പുച്ഛിക്കട്ടെ, പഴഞ്ചനെന്ന് വിളിക്കുന്നവർ വിളിക്കട്ടെ. പക്ഷേ നാളെ പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല. ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉപ്പമാരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കോ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാണ് ആസിയ? ആസിയ ബീബിയുടെ ചരിത്രം നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈമാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയല്ലോ. ആസിയ ബീവിയുടെ ഈമാൻ കണ്ടിട്ട് ഫിർഔൻ പോലും അത്ഭുതപ്പെട്ടു പോയല്ലോ. മഹ്ദി മാഷിത ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വേലക്കാരിയായി അവിടെ ഖിദ്മത്ത് ചെയ്തിരുന്ന പെണ്ണാണ് മാഷിത. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് നോക്കിയിട്ട് സാക്ഷാൽ ഫിർഔൻ പോലും പറഞ്ഞു, മാഷിത, നിന്റെ ദീനിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ആരാണ് മാഷിത എന്ന് പഠിക്കു പെങ്ങള്. ഉപ്പമാരോട് പറയുന്നു, നിങ്ങൾ മാഷിത ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവേ, മഹ്ദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. ഹിജാബ് ധരിക്കാൻ മടി കാണിക്കുന്ന പെണ്ണിനോട് നാളെ സ്വർഗത്തിൽ കടന്നു പോകുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകള് ഫാത്തിമ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാളെന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, എന്റെ അപുറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ മഹ്ദിയാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ദിന്നൂറുൽ മിസ്രി ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. മൈമൂന ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മഹദിമാരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ
മഹതിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇവരുടെ ചരിത്രങ്ങൾ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ ഉറയ്ക്കുകയാ, അവരുടെ വിശ്വാസം ഉറയ്ക്കുകയാ, നാവിലെ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനം ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചറപ്പേ അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും പിന്നെ അവർക്ക് പേടിയില്ല. അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അവർ ഭയപ്പെടില്ല. എത്ര വലിയ അക്രമം ചെയ്താലും, എത്ര വലിയ പീഡനങ്ങൾ നടത്തിയാലും, എത്ര വലിയ പരിഹാസങ്ങൾ നടത്തിയാലും അവരുടെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമെന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചു കൊണ്ട് നീ നിന്റെ മക്കളെ വളർത്ത്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് കടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ്. നാളെ നന്മ തിന്മകൾ തൂക്കി നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാണ്. നിന്നെ റബ്ബ് സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാണ്. നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോ 5 പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ. 5 പെണ്ണുങ്ങൾ നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ ഇവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ എന്നെ നശിപ്പിച്ചത് ഇവരാണല്ലോ, എനിക്ക് ഉപദേശം തരാത്തത് ഇവരാണ്, ഇവരാണ് എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത്, ഇവരാണ് എന്നെ പിഴപ്പിച്ചത്. പടച്ചവനെ ഇവർക്ക് സ്വർഗം കൊടുക്കല്ലേ എന്ന്. നാളെ നീ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയം നിന്റെ കുടുംബത്തിൽ 5 പെണ്ണുങ്ങളുണ്ടല്ലോ, നാളെ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പരിചയപ്പെടുത്തുമ്പോ ഭയപ്പെടണം ചെറുപ്പക്കാരാ, ഭയപ്പെടണം സഹോദരാ. 1 നിന്റെ ഉമ്മയാണ്, 2 നിന്റെ കൂടപ്പിറപ്പാണ്, 3 നിന്റെ ഭാര്യയാണ്, 4 നിന്റെ പെൺമക്കളാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമ്പോ, നിന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് കടത്തി വിടുമ്പോ നിന്റെ ഉമ്മ നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ പെങ്ങള് നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ ഭാര്യ നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ പെൺമക്കള് നിന്റെ കയ്യിൽ പിടിക്കുകയാ. പടച്ചവനെ ഇവരാണ് എന്നെ പഠിപ്പിക്കാനത്, ഇവരാണ് എന്നെ പടച്ചവനെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തന്നത് ഈ ഉപ്പയാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടും പറഞ്ഞു തരാത്തത് ഇവരാണ്. നാട്ടുകാരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എന്റെ തെറ്റ് ഇവര് പറഞ്ഞു തന്നില്ല. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നിന്നെ കൊടുത്ത സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിന്നെ ഇവര് തടയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ ചെറുപ്പം മുതലേ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തു. ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തു. അങ്ങനെ പടച്ചവനെ ആ ചെറുപ്പത്തിലെ ശീലമങ്ങ് ചുടലവര മരണം വരെ എന്നാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വളർത്തു, ദീനീപരമായി ചിന്തിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, സ്വഹാബാ എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, താടിയും തഴമ്പുമുള്ള ചുപ്പയും തൊപ്പിയും ധരിച്ചവർ ഒരു കാലം വരും പള്ളിയുടെ മുന്നിൽ വന്നവര് വാഹനത്തിൽ വന്നിറങ്ങും. പടച്ചവനെ, താടിയുണ്ട്, തലപ്പാവുണ്ട്, ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, ഒരുപാട് നന്മകൾ ചെയ്തവനാണ്. പക്ഷേ ആ വന്ന വണ്ടിയുടെ പുറകിൽ നിന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ തലമറച്ചിട്ടില്ല. അതാ ഇറങ്ങുന്ന പൊന്നുമോൾ ഔറത്ത് മറച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ ഞങ്ങൾ
ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് റബ്ബേ. നിന്നെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന കുടുംബമാക്കണേ അല്ലാ. പടച്ചവനെ ദീനീ ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ മക്കളെയും വളർത്താനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പഴുത കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പടച്ചവനെ അല്ലാഹുവിന്റെ പള്ളികളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഈ സീറ്റിനകത്ത് ഈ ചെറിയ ഷെഡിനകത്തിരുന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ തുടങ്ങിയില്ലോ പടച്ചവനെ. ഇതിനൊരു മാറ്റം വേണമല്ലോ. ആ കാണുന്ന മനോഹരമായ പള്ളിക്കകത്ത് കയറിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കാൻ വല്ലാത്ത കൊതിയാണല്ലോ അല്ലാഹുവേ. നീ അത് എളുപ്പത്തിൽ സാധിപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹു നമുക്ക് അതിനകത്ത് കയറി നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.